ഹലോ, നമസ്കാരം. കുറെ നാളായിട്ട് കുക്കിംഗ് വീഡിയോസ് ഒന്നും എന്താ കാണാത്തെന്ന് വിചാരിച്ചിരിക്കില്ലായിരുന്നേ. അപ്പോൾ ആ പരാതി തീർക്കാനായിട്ട് ഒരു അടിപൊളി ഡിഷായിട്ട് ഞാൻ വന്നിട്ടാ. നിങ്ങൾ ഇതുവരെ ഒരാളും മിക്കവാറും 99% ആൾക്കാരും വീട്ടിലുണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു ചിക്കൻ സ്പെഷ്യൽ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ഇൻഗ്രീഡിയൻസ്, വലിയ കുറേ സാധനങ്ങൾ, മസാല ഇതൊന്നും വേണ്ട. മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു ചെറിയൊരു ചിക്കൻ കറി, പക്ഷേ ഭയങ്കര ടേസ്റ്റായിരിക്കും. അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറയട്ടെ. ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് ചതച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കേണ്ടത് ഉപ്പ് കല്ലാണ് കേട്ടോ. പണ്ടത്തെ ഉപ്പ് കല്ലില്ലേ, ഉപ്പ് പൊടിയല്ല, ഉപ്പ് കല്ല്. പിന്നെ ഇത് നാളികേരക്കൊത്ത്, പിന്നെ വേപ്പല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് സ്പെഷ്യൽ വേണ്ടത് വാഴലയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ശരിക്കും നാടൻ ചിക്കനാണ് ഇതിന് ശരിക്കും വേണ്ടത്. പക്ഷേ ഇവിടെ നാടൻ ചിക്കൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ അതിനെ കൊല്ലലും അതിൻ്റെ പപ്പും തോലൊക്കെ പറിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രോയിലർ ചിക്കനാണ്. നിങ്ങൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നാടൻ ചിക്കൻ തന്നെ വാങ്ങിക്കുക. ഇത് തൊലി കളയാണ്ട് ഉപയോഗിക്കണം, എന്നാലാണ് ഞാൻ വയ്ക്കാൻ പോകുന്ന കറിയുടെ തനതായ രുചി കിട്ടുള്ളൂ. ഇതിലിപ്പോൾ എനിക്കിപ്പോൾ തൊലി കളയാണ്ട് പറ്റില്ല. ഇത് ബ്രോയിലർ ചിക്കനാണ്. നമ്മൾ നാടൻ ചിക്കൻ വാങ്ങിച്ചിട്ട് തൊലി കളയാതെ കട്ട് ചെയ്യുക. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയുള്ളി ഞാനതിലേക്ക് ഇട്ടു, ഈ പാത്രത്തിലേക്ക് ഒന്നിട്ടു. അടുത്ത് നമ്മുടെ നാളികേരക്കൊത്ത്, വേപ്പല. ഇനി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മതിട്ടാ. മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇടാം. ഞാൻ സാധാരണ ചുവന്ന മുളക് ഇട്ടിട്ട് അധികം കറി വെക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അത് യൂസ് ചെയ്യാറില്ല ചുവന്ന മുളക് പൊടി. പക്ഷേ ഈ കറിക്ക് ചുവന്ന മുളക് ഇട്ടാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ കുരുമുളകിനൊക്കെ പകരം ചുവന്ന മുളകാണ് ഇടുന്നത്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഓക്കെ, ഇത്രയുള്ള കാര്യം. ഇനി ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത്. വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടാ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പോവാണേ. കണ്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടാണ് മിക്സ് ചെയ്യണം. വേപ്പലയും നാളികേരം, ഉള്ളിയൊക്കെ ശരിക്കും അങ്ങോട്ട് നമ്മൾ കയ്യോ കൊണ്ട് പിഴിയുമ്പോഴുള്ള ഉള്ളി നീരൊക്കെ വരില്ലേ, അതുപോലെ വെള്ളം തൊടാൻ പാടില്ല. വെളിച്ചെണ്ണ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ പച്ച വെളിച്ചെണ്ണയും നാളികേരം, മുളകും മല്ലിയും വേപ്പലയും ഉള്ളിയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്മെല്ലില്ലേ. ഈ പ്രദക്ഷിണ രീതികൾ, ഇടറി നീണ്ട പാതകൾ, എന്നും ഹൃദയ സംഗമത്തിൽ ശിവേലികൾ തൊഴുതു. നന്നായിട്ട് മിക്സ് ആവട്ടെ. നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. നല്ലൊരു സുഖം. നാളികേരപ്പൊടി ആ സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. മിക്സ് ചെയ്ത് ഇപ്പോൾ വേറെ ഒന്നുമില്ല. അതെ, നമ്മുടെ ഒരു പകുതി പരിപാടി കഴിഞ്ഞ്. മഞ്ചാടി മണി കൊണ്ട് മാണിക്യക്കൂടം നിറഞ്ഞു, തില്ലാന പാടുന്ന വനമലക്കിളിയായി മനസ്സ്, തങ്ക മനസ്സ്, ആരടി പൂന്തിങ്കൾ. കണ്ട, ഇപ്പം മസാല ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ട് കറിവേപ്പിലയും നാളികേരം ഉള്ളിയൊക്കെ കൂടി. ഇതിൽ കുറച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടാം. ഞാൻ ഉപ്പിട്ട് ഇതിൽ വെച്ചത് കുറച്ച് കൂടുതലായി. ഇത്ര മതിയാവും അല്ലേ? അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി നമ്മൾ ചെറുതായിട്ടൊരു പിടി അങ്ങോട്ട് പിടിക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ചിക്കൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ചിക്കൻ ഞാൻ ഈ പാത്രത്തിലേക്ക് ആക്കണം കേട്ടോ. ഇനി മസാല മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാം. മസാല ഇല്ല, നമ്മൾ ചെയ്ത ആ കൂട്ട്, വേപ്പലയും നാളികേരം ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ആ കൂട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടു.
പണി കഴിഞ്ഞിട്ടില്ല. ഇതിലിട്ടൊരു പിടുത്തുണ്ട് കേട്ടാ. ചന്ദന വളയിട്ട കൈ കൊണ്ടു നീ മണിച്ചെമ്പക പൂക്കളമെഴുതുമ്പോ പിറകിലൂടന്നു ഞാൻ മിണ്ടാതെ വന്നെത്തി മഷിയെഴുതാത്ത നിൻമിഴികൾ പൊത്തി. പിറകിലൂടന്നു ഞാൻ മിണ്ടാതെ വന്നെത്തി മഷിയെഴുതാത്ത നിൻമിഴികൾ പൊത്തി. മഷിയെഴുതാത്ത നിൻമിഴികൾ പൊത്തി. ചന്ദന വളയിട്ട കൈ കൊണ്ടു നീ മണിച്ചെമ്പക പൂക്കളമെഴുതുമ്പോ ദൂരെ കിളിവാതിലേ. കണ്ട ഇതുപോലെ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് നല്ല ചുവപ്പ് കളർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീർ ചില്ലി പൗഡർ ഇടാം കളറിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ഇനി എന്തിനാ പരിപാടി? ഗ്യാസ് കത്തിക്കുക, ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ഇതിലൊരു തുള്ളി വെള്ളം പോലും നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഇടാം. ഇതേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതങ്ങോട്ട് ഇതിലേക്ക് ഇടാൻ പോവാം. ഓക്കെ, വെള്ളം ഒഴിക്കണ്ട. നമുക്കൊന്ന് ഇറക്കാം. തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് കൊണ്ട് പറയുന്നതാണ്, അതുകൊണ്ടൊന്നല്ല. നല്ല സ്മെല്ലുണ്ട്. പച്ചക്ക് തന്നെ കഴിക്കാൻ തോന്നും. ഒരു മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് മെയിൻ പരിപാടി. നമ്മൾ സാധാരണ പാത്രമൊക്കെ മൂടി വെക്കുന്നത് എന്തുകൊണ്ട്? കടുപ്പ് കൊണ്ടാണ് അല്ലേ. നമ്മളിത് മൂടി വെക്കുന്നതേ വാഴല കൊണ്ടാണ് കേട്ടോ. എന്താ കാരണം ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ പാത്രം ചെറുതായതുകൊണ്ട് 2 ഇലയോട് മൂടി വെക്കുന്നുണ്ട്. ഇതെന്തിനാണെന്നറിയോ? ഇതിൻ്റെ ഈർപ്പം കൊണ്ട് തന്നെ അതിലിരുന്ന് വെന്ത് ആ വാഴലയുടെ സ്മെല്ലും എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മൂടി വെക്കേണ്ടത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? വാഴല ഉപയോഗിച്ചിട്ട് കേട്ടോ. അപ്പോൾ വാഴല ഉപയോഗിച്ച് മൂടി വയ്ക്കുക. അത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ വാഴല അങ്ങനെ വാടുന്ന സ്മെല്ല് വരും. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നോക്കിയാൽ കണ്ട. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളം മതിയിട്ട് അതേ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കാതെ. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. മുളക് പൊടി ഞാൻ അധികം ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. 2 സ്പൂൺ ഇട്ടുള്ളൂ. അധികം മുളക് പൊടി അധികം വേണ്ടവർക്ക്, നല്ല എരിവ് വേണ്ടവർക്ക് അത്രയ്ക്ക് ഇടാം. അപ്പോൾ ഞാനത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നൊരു വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ വീണ്ടും നമ്മുടെ ഇല മൂടി വയ്ക്കുകയാണ് കേട്ടോ. അവിടെ ഇരിക്കട്ടെ മൂടി. പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരി പൂമുട്ടുകൾ ആരാമപ്പന്തരി. ഇലയൊക്കെ നോക്കിയേ വാടി നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് ആവട്ടെ. ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. വാഴയിലയുടെയും ചിക്കൻ്റെയും ഒരു രക്ഷയില്ല. അറിയാതെ തെളിവേനലേ കുളിർമാരിയായി വന്നു നീ നീരവരാവിൻ ശ്രുതി ചേർന്നുവെങ്കിൽ മധുരവമായി സ്വരമഞ്ജരി. മൗനം സ്വരമാ ഈ പൊൻവീണയെ സ്വപ്നം മലരാ
ഈ പൂപ്പന്തലിൽ. എടുത്തു നോക്കിയാലോ. അപ്പൊ ഞാൻ ദേ ഇതാ നമ്മുടെ ഇല പൊക്കാ പോവായി. വാ, ഇത് പണ്ട് ഓർമ്മയില്ലേ നമ്മള് ഇല വാറ്റയ്ക്ക് ചോറ് കൊണ്ടുപോകുമ്പോ? ഓ, ഇതിൽ നോക്കിയാ നമ്മുടെ ഇല വാറ്റയ്ക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു സ്മെല്ലില്ലേ, എന്താ ടേസ്റ്റ് എന്നറിയോ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അതറിയോ? ഈ സ്മെല്ല് തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ചോറുണ്ടാവും. ഇതിലിപ്പോ ചിക്കൻ്റെ കൂടി ഇതായപ്പോഴേ നല്ല സ്മെല്ല്. അപ്പൊ ഞാൻ നമ്മുടെ സംഭവം റെഡി ആവുന്നുണ്ട്, റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഐറ്റം റെഡി ആയില്ല കേട്ടാ. ഓ, സൂപ്പറായില്ലേ? ഇനി ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി ഞാനിപ്പോ സംഭവം നമ്മൾ തീർന്നുണ്ട്, കറിയൊക്കെ റെഡിയായി. വാടിയ വാഴലയുടെയും ചിക്കൻ്റെയും ആ നാളികേരത്തിൻ്റെ പുള്ളിയുടെ ഒക്കെ സ്മെല്ലിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ തീ ഓഫ് ചെയ്യണേ. ഞാൻ ഈ ഇലയിൽ തന്നെ ഒരു കഷ്ണം എടുത്ത് കഴിക്കട്ടെ, ഇനി ഉണ്ടെന്ന് അറിയണല്ലോ. അമ്മ, അസാധ്യ ടേസ്റ്റ്, സൂപ്പർ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കഷ്ണം എടുത്ത് കഴിക്കട്ടെ. വൈകുന്നേരം ഫുഡ് കഴിക്കുന്ന സമയത്തേക്ക് ഉണ്ടാവാവോ? പ്രത്യേകിച്ച് ഇന്ന് വീക്കെൻഡും കൂടിയിട്ടാ. അപ്പൊ ഇതില് നമ്മൾ ഉപ്പ് കൂടി ഇല്ലാട്ടിട്ടുണ്ട്, നമ്മളിടുന്നത് ഉപ്പ് കല്ലാണ്. അതിൻ്റെ ഒരു വ്യത്യാസം അറിയാണ്ട് ശരിക്കും. ഇപ്പോഴൊക്കെയല്ലേ ഉപ്പും പൊടിയിലേക്ക് കിടന്നത്. പണ്ടൊക്കെ ഉപ്പും കല്ലെന്നിൽ ഇടാറ്. ഒരു ചാക്കിലൊക്കെ കിട്ടി കടകളുടെ മുന്നിൽ വെച്ചിട്ടുണ്ടാവും. പണ്ടൊക്കെ എല്ലാ കടകളുടെ മുന്നിൽ ഒരു ചാക്കിൽ ഉപ്പും കല്ലുണ്ടാവും വിൽക്കാനായിട്ട്, അല്ലേ? കണ്ടിട്ടില്ലേ? ഇപ്പൊന്നും ആരും ഉപ്പും കല്ല് വാങ്ങിക്കില്ല. ആൾക്കാർക്ക് ഉപ്പുകല്ല് പൊടിച്ചിടാനോ ഉപ്പുകല്ല് ഇടാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ ഇല കൊണ്ട് മൂടിയിട്ടുള്ള ചിക്കൻ കറി സൂപ്പറായിട്ട് കിട്ടാ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോ? തീർച്ചയായിട്ടും. ഇതിലിപ്പോൾ അധികം സാധനങ്ങളൊന്നും വേണ്ട. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ ചിക്കൻ, വാഴല, ചെറുള്ളി, പിന്നെ നാളികേരക്കൊത്ത്, ഇതെല്ലാം വേണ്ടു. വെളിച്ചെണ്ണ 10 മിനിറ്റിനുള്ളിൽ ടപ്പ ചെയ്യുന്നോണ്ട് റെഡിയാക്കാം. അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഇങ്ങനത്തെ കറി സാധാരണ വീടുകളിൽ നിങ്ങൾ ഉണ്ടാക്കി കാണില്ല. പക്ഷെ ഇതുപോലൊരു കറി വേറെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കും. അതെവിടെയാണെന്ന് ഞാൻ പറയില്ലേ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഇതുപോലുള്ള കറി ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയാണെന്നൊന്ന് കണ്ടുപിടിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യട്ടെ എവിടെയാണെന്നുള്ളത്. കുറച്ച് ചെറിയ ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട് അതിൽ നിന്നും. പക്ഷെ നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ഇതുപോലുള്ള കറി ഉണ്ടാക്കുന്നത് ചിക്കൻ കറി, അത് എവിടെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ ശരി, പുതിയൊരു ഇടിവെട്ട് അടിപൊളി സിമ്പിളായിട്ടുള്ള കറിയായിട്ട് വീണ്ടും വരാട്ടോ. നിന്നെ എണീക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു, നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു, എൻ്റെ ഹൃത്തിലെടുത്തു വെച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കുക്കിംഗ് വീഡിയോസ് നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക, കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കൂ. ബൈ.